What's up guys, welcome back to my YouTube channel. So ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എന്താ പറയുക വീഡിയോ ആണ്. വേറൊന്നുമല്ല, ഞാൻ ഒരു ഈവനിങ് റുട്ടീൻ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർനൂൺ റുട്ടീൻ കാണിക്കാമെന്നാണ് വിചാരിച്ചത്. ബട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ആ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല. കാരണം എനിക്ക് ഇന്ന് ഹൗസ് ഹോൾഡ് കോഴ്സും പിന്നെ കുറച്ച് പുറത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാൻ നടക്കില്ല എന്ന്. ബട്ട് ഇന്ന് ഇപ്പോൾ ഇതൊന്നും ചെയ്യുന്നതിനൊരു കാരണമുണ്ട്. ബിക്കോസ് ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ഐ ഫീൽ സോ ഇമോഷണൽ ദാറ്റ് വി ആർ 20K ഫാമിലി. വി ആസ് എ കമ്മ്യൂണിറ്റിൻ്റെ ഒരു ഗ്രോത്തും പിന്നെ ആ ഒരു സപ്പോർട്ട് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 20,000 പേരായി മാറിയിരിക്കുന്നത്. I feel so grateful and I thank you all. Thank you so much. കാരണം ഞാൻ ജർമ്മനിയിൽ എത്തുന്ന സമയത്ത് ഞാൻ നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. നാട്ടിലാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ഇവിടെ വന്നപ്പോൾ ഇംഗ്ലീഷ് പോലും സംസാരിക്കാത്തൊരു രാജ്യം, എന്താ പറയുക, ഭയങ്കര എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പെട്ടെന്ന് ഒരു രാജ്യത്തേക്ക് പുതിയത് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു ലോൺലിനെസ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ ടൈമിൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബ് എന്താ പറയുക ഒരവസരമായിരുന്നു. എനിക്ക് ആ ഒരു എന്താ പറയുക വ്ളോഗ്സ് ചെയ്യാനും ഇതൊരു ഡിജിറ്റൽ ഡയറി പോലെ കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൽ നിങ്ങൾ തരുന്ന സ്നേഹമാണ് ഓരോ കോമൻസും ഓരോ സബ്സ്ക്രൈബേഴ്സായിട്ട് വരുന്നത്. ആൻഡ് ഇന്ന് രാവിലെ എണീറ്റപ്പോഴാണ് ഞാൻ 20,000 എന്നുള്ള സംഭവം കണ്ടത്. അയ്യോ, ഓക്കെ. സോ താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ നോക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ആർക്കും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ സോറി, വെരി സോറി. പിന്നെ എനിക്ക് നിങ്ങൾ അയക്കുന്ന ഓരോ കോമൻസ് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത്രയും പേര് നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നിപ്പോവും. ഭയങ്കര സന്തോഷം. നമ്മളിപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എല്ലാവർക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു കുഴിമന്തിയൊക്കെ എല്ലാവരും കൂടെ വാങ്ങിച്ച് അടിച്ച് പേളിച്ച് നമുക്കിങ്ങനെ ആ ഒരു വൈബിൽ പോയാനെ. പക്ഷെ ഇപ്പം അതൊന്നും പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ചോക്ലേറ്റ് തരാം. 2, 3, 4, 5 എണ്ണം ഉണ്ട്. 5 എണ്ണം 20,000 പേർക്ക് ഞാൻ വീതിച്ചു കൊടുക്കുകയാണ്. നമ്മൾ 5 അപ്പോൾ 2 മീനും കൊണ്ട് 5,000 പേരെ കർത്താവ് പോഷിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ നമുക്കിതും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചോക്ലേറ്റ് ഞാൻ കമൻറ്റിൽ ചോക്ലേറ്റ് പിൻ ചെയ്ത് വെക്കാം. എല്ലാവരും ലാവിഷായിട്ട് കഴിക്കൂ. ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ആഫ്റ്റർനൂൺ റുട്ടീനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല വെയിലാണ്. ഞാൻ ഹുഡിയൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമായിരുന്നു. കാരണം സാങ്മെൻ്റൽ എന്ന് പറയുന്ന നമ്മളെ നിയർ ബൈ ടൗണിൽ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ എല്ലാവരും പോയിട്ടുള്ളതാണ്. ഒരു മിക്സഡ് റിവ്യൂ ആണ്. മിക്സഡ് റിവ്യൂ അല്ല, മോസ്റ്റ്ലി ഒരു റിവ്യൂ ആണ്. പക്ഷേ എന്നാലും നമുക്കൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോകുന്ന വഴിക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബിക്കോസ് ഡാറ്റ ഷൂട്ട്സ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി റെഡി ആയിട്ടായിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ബാഗ് എടുത്ത് പോയാൽ മതി. പോയി വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. സോ നമുക്ക് പോവാം. വെൽക്കം ടു ജൂൺ സ്പൂൺ. അയ്യോ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമുക്ക് മെനു നോക്കാം. നമസ്തേ. ഈശ്വര കയറിയും പോയി. എല്ലാത്തിനും ഭയങ്കര പൈസയാണ് ഗൈസ്. 15 യൂറോ. ബോംബെ ആലു കയറിയതപ്പോഴത്തേക്ക് ഇവിടെ ലസ്സി ഇല്ല ഗൈസ്. ഞാൻ ആക്ച്വലി 8 യൂറോ നമ്മൾ ടർക്കിഷ് റെസ്റ്റോറൻറ്റിലോ വേറെ
അപ്പോൾ ഇവിടെ ഏതെങ്കിലും ജർമ്മൻ റെസ്റ്റോറൻറ്റിൽ കൊടുത്താൽ പോലും നമുക്ക് ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റിക്ക് സാധനം വരും. എൻ്റെ തീറ്റയ്ക്ക് എനിക്ക് ഇതൊരു നേരത്തേക്ക് തികയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് നിങ്ങൾ കാണിച്ചു തരാൻ മതി. ഇത് ഇത്രേ ഉള്ളൂ. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിട്ട് ഇത് മാത്രമുള്ളത് കൊണ്ട് ആൾക്കാർ ഇവിടെ വരുമായിരിക്കും. Ja, alles klar. ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അയ്യോ, അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു. ഇവിടെ പൊതുവെ ചപ്പാത്തി എന്ന് പറഞ്ഞ് കിട്ടുന്നത് റാപ്സാണ്. അതായത് അത് മൈദ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത്ര നല്ല ഗോതമ്പിന് കിട്ടും, പക്ഷേ ഞാനങ്ങനെ കാണാറില്ല. അപ്പോൾ റാപ്സാണ് വാങ്ങുന്നത്. അപ്പോൾ അത് നമുക്ക് അവരുടെ ആ ലസ്സി കുടിച്ചിട്ട് മത്ത് പിടിച്ചിട്ടും പാടില്ല. നിങ്ങളിത് കാണുക ഗൈസ്. എനിക്ക് 8 യൂറോയ്ക്ക് എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചതല്ലല്ലോ. ഞാൻ പനീർ ബട്ടർ മസാല പോലത്തെ ഒരു സംഭവമാണ് ഉദ്ദേശിച്ചത്. എനിക്ക് ഈ കളറാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇത് ചിക്കനാണോ പനീറാണോ? ഇത് പനീറാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇതിനും നന്നായിട്ട് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് എന്താ പറയുക ടൗണിൽ പോയപ്പോൾ ഒരു ഇന്ത്യൻ കട കണ്ടു. അപ്പോൾ അവിടുന്ന് കുറേ സാധനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവിടുന്ന് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഐ ആം സോ എക്സൈറ്റഡ്. ഫസ്റ്റ് എന്ന് പറയുന്നത് മഖാനയാണ്. ഈ മഖാന എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമെന്ന്. ഇത് ലോട്ടസിൻ്റെ സീഡാണോ അങ്ങനെ എന്തോ സീഡാണ് ഇത്. ആക്ച്വലി ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള മഖാന കൊണ്ടുവന്നായിരുന്നു. ഇതിൽ നമുക്ക് ഫാറ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് റോസ്റ്റ് ചെയ്ത് കഴിച്ചാൽ മതി. മഖാന ട്രൈ ചെയ്ത് നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ മഖാന. 2 പാക്കറ്റ്. കറിവേപ്പില, ഉണക്ക കരിവേപ്പിലയാണ്, ഉണങ്ങിയ കരിവേപ്പിലയാണ്. പിന്നെ ചെറുപയർ സത്യം പറഞ്ഞാൽ നമുക്ക് ഇടയ്ക്കെല്ലാം കിട്ടും കേട്ടോ. പക്ഷേ ചീപ്പായിട്ട് കിട്ടിയപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊന്നും ഞാൻ വിചാരിച്ചതൊന്നും വാങ്ങിച്ചിട്ട് വരുമെന്ന്. ഇപ്പോൾ വാങ്ങിച്ചപ്പോൾ ഒരു സന്തോഷം. ഇതെന്തായിരുന്നത്? സോയാബീൻസ് ഉണ്ടോ? സോയാബീൻസ് ഉണ്ടോ? വീണ്ടും സോയ. പിന്നെ മൈ മോസ്റ്റ് ഫേവറേറ്റ് ചക്രപ്പപ്പടം. ഇതുണ്ടോ? ഈ ചക്രപ്പപ്പടം നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇത് പലർക്കും പല പേരാ പറയുന്നത്. കണ്ടോ ഈ സംഭവം? ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു പപ്പടം പോലത്തെ സാധാ പപ്പടം എനിക്ക് വലിയ ഇഷ്ടമില്ല. പക്ഷെ ചക്രപ്പപ്പടം കൊണ്ട് എനിക്കിതൊക്കെ മതി സന്തോഷമാവാൻ. ആൻഡ് മൈ മോസ്റ്റ് വെയിറ്റഡ് എന്താ പറയുക, ഇൻ സെർച്ച് ഓഫ് ഗോൾഡ് ഐ ഫൗണ്ട് ദ ഡയമണ്ട്. ദോശപ്പൊടി. ദോശയില്ലാത്ത ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആർക്കെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ദോശ ഉണ്ടാക്കി തരും. നല്ല നെയ്യൊക്കെ ഇട്ട് നല്ല മരിച്ചെടുത്ത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ളൊരു സംഭവമുണ്ട്. ഡയമണ്ടിനേലും വലിയതെന്താ? എന്തിനാവട്ടെ, വാട്ട്സ് ദ മോസ്റ്റ് ഫേവറേറ്റ് തിങ് എന്നോട് ആരും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്ന ഒരൊറ്റ ഉത്തരവുള്ളൂ. ഇറ്റ്സ് നൺ അതർ ദാൻ ഉഴുന്നുവട. ഉഴുന്നുവട എൻ്റെ പൊന്നോ, ഉഴുന്നുവടയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ വരെ കൊടുക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് ഉഴുന്നുവട. ഇത് ഏത് കോലത്തിലിരിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് ഇന്ന് വൈകുന്നേരം നമുക്ക് ചായക്ക് ഉഴുന്നുവട ഉണ്ടാക്കാം. യെസ്. അപ്പോൾ ഉഴുന്നുവട ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഉഴുന്നുവടയുടെ ഇമോജി സ്റ്റിക്കേഴ്സ് ഒന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഡോനറ്റ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്ന് ചോക്ലേറ്റ്സും ഉഴുന്നുവടയും എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്യുന്നതായിരിക്കും. പിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ
ഓന്ന് നോക്കണ്ട, കഴിക്കുക, ആസ്വദിക്കുക. സോ നമുക്ക് വല്ലപ്പോഴും ഫ്രീ ഉള്ളൂ, നമ്മൾ ഹൈപ്പർ പ്രൊഡക്റ്റീവായിട്ടിരിക്കണം. യെസ്, നമുക്ക് തുണി അലക്കാനുണ്ട്. നമുക്ക് തുണി അലക്കാം. അധികം തുണിയൊന്നുമില്ല, പക്ഷെ നമുക്ക് ആദ്യം ഫസ്റ്റ് പോയി തുണി അലക്കാം. അതിനുശേഷം ബാക്കി പരിപാടികൾ തീരുമാനിക്കാം. ഓക്കെ. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഡിറ്റർജൻറ്റും സംഭവമൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഏരിയലിൻ്റെ ഇത് പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ. എന്താണ് സംഭവം? പക്ഷേ ഏരിയലിൻ്റെ പോട്ട്സാണ്. ഏരിയലിൻ്റെ പോട്ട്സ്. അപ്പോൾ കണ്ടോ, എല്ലാം കുറേ കുണി ഇന്ന് രാവിലെ എനിക്കിന്ന് എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ രാവിലെ തൊട്ട് ഞാൻ ചെയ്യുന്നൊക്കെ തിരിഞ്ഞായിരുന്നേ. ഇത് കണ്ടോ, അങ്ങനെ കുടുമണി. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി. എന്നിട്ട് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിപ്പോൾ എങ്ങനെയാണ്, നമുക്ക് കോക്ക് വാഷ് ഉണ്ട്, ബുൺ വാഷ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ബുൺ വാഷാണ്. അപ്പോൾ അതിന് B40E ഇത് നമ്മൾ ബിയിലേക്ക് ആക്കുക. അവസാനം ഞാൻ കണ്ടുപിടിച്ചു, നമുക്കിവിടെ ഒരു പവർ സ്വിച്ച് ഉണ്ട്, അതിൽ നിൽക്കിയാലേ ഇത് ഓൺ ആവുള്ളൂ. ആഹാ, നിറഞ്ഞ വയറ്, പുറത്ത് മഴ, വീടിനകത്ത് പറക്കം തടിക. ആഹാ, അന്തസ്. നിങ്ങളോട് എല്ലാവരോടുള്ള ആത്മാർത്ഥത കൊണ്ട് ഞാൻ കുറച്ചധികം ഉറങ്ങിപ്പോയി. ഇപ്പം സമയം 5 മണി. അങ്ങനെ ഞാൻ റൂമിൻ്റെ പുറത്ത് വന്നു. കാരണം റൂമിലിരുന്നാൽ പിന്നെ എനിക്ക് മടി വരും. അപ്പം ഞാൻ വിചാരിച്ചു നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കണ്ടേ. അപ്പോൾ ഞാൻ ഉഴുന്നുവട, അയ്യോ ഭയങ്കര പൊട്ടിച്ചു നോക്കിയത് ഏത് കോലത്തിലുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. ഉഴുന്നുവട ഫ്രൈഡ് ലെൻറ്റിൽ ഡോനട്ട്. ഓ, ഇത് ഡോനട്ട് തന്നെയാണോ? ആ, ഡോനട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണല്ലേ. ഇതേപോലെ എടുത്ത് മുണങ്ങരുത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അയ്യോ, ഇതിൽ സംഭവം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഇതില്ല. ഇത് സംഭവം ഓൾറെഡി റെഡി ടു ഈറ്റ് ആണ്, ഫ്രോസൺ ആണ്. പക്ഷേ ഇതുണ്ടോ, ഇതെങ്ങനെ കഴിക്കും? എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ മറ്റേ ഓവനിൽ വെക്കേണ്ടി വരുമായിരിക്കും. പക്ഷെ അപ്പോഴത് എത്ര നേരം നമുക്കറിയില്ലല്ലോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് തേങ്ങാ ചമ്മന്തിക്ക് തേങ്ങ വേണമല്ലോ. പിന്നെ നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വെറുതെ പരിപ്പ് മാത്രം വെച്ച് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ജസ്റ്റ് സാമ്പാറിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ മതി. എൻ്റെ വിചാരം നമുക്ക് പരിപ്പൊന്നും ജർമ്മനിയിൽ കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ 6 മാസമായിട്ട് ഇങ്ങനെ അമൃത് പോലെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നമുക്ക് അവസാനം DM-ൽ നമുക്ക് അവസാനം ഇടയ്ക്കയിൽ പരിപ്പുണ്ടെന്ന് മനസ്സിലായി. പിന്നെ അടുക്കളയിൽ വെച്ച് എനിക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഭയങ്കര കുഞ്ഞ അടുക്കളയാണ്. അപ്പം നമുക്ക് പരിപ്പ് കഴുകാം. സ്പൂൺ അങ്ങനെ നമ്മൾ കണ്ടോ കുക്കറിൽ വെച്ചിട്ട് നമുക്കെന്താ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര കുറച്ച് നമ്മുടെ നാട്ടിലെ ഗൃഹാതുരത്വം തുളുമ്പ് എന്താ ഹോട്ടലിൽ പോയി. എന്തൊക്കെ പറഞ്ഞാലും ഹോട്ടൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയൊക്കെ മിസ് ചെയ്തിട്ടോ. എന്തൊക്കെ പറഞ്ഞാലും നമ്മളെപ്പോഴും ഈ വെസ്റ്റേൺ തന്നെ കാണുമ്പോൾ നമുക്ക് കണ്ണിനൊരു കുളിർമ കിട്ടുന്നില്ല. കുറേ കാലം കഴിഞ്ഞ് കണ്ണിങ്ങനെ കുറേ കളറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഉഴുന്നവട കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കുർത്തയൊക്കെ ഇടാമെന്ന്. കുറേ കാലമായി എൻ്റെ അപ്പോൾ കുറേ കാലമായി ഹുഡീസ് മാത്രം ഇട്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു കുർത്തയൊക്കെ ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുർത്തയൊക്കെ ഇടാം. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലോ നാട്ടിൽ നിന്ന്
ഇവിടെ വരുമ്പോഴാണ് ഈ വിദ്യാസാഗറിൻ്റെ പാട്ടുകൾ, പിന്നെ സത്യനാന്തിക്കാടിൻ്റെ സിനിമകൾ, ഇതൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നത് ഇവിടെ വരുമ്പോഴാണ്. അയ്യോ ഇത് ആ ഒരു കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ഇത് കണ്ടായിരുന്നു, ഒരു റീൽ കണ്ടായിരുന്നു. ലൈഫ് വാസ് വെരി ഗുഡ് വെൻ സത്യനാന്തിക്കാട് സെർവ് ദ സൈഡ് ഡിഷസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഫിലിംസിൻ്റെ ഇത്, കുറേ വെള്ളാനകളുടെ നാട്, പിന്നെ എന്തൊക്കെയായിരുന്നു, സ്നേഹവീട്, വിനോദയാത്ര, കല്യാണ മന്ത്രം പോലുള്ള സിനിമകളൊക്കെ കണ്ടുകൊണ്ടൊക്കെയാണ് നമ്മളിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നൗ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. അപ്പോൾ കറക്റ്റ് ആ ഒരു നമ്മുടെ ഒരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ എന്താ പറയുക, ചൈൽഡ്ഹുഡ് മെയിൻലി വാസ് ഫോക്കസ്ഡ് ഓൺ മ്യൂസിക്. ഞാൻ 13 വർഷം കർണാടക സംഗീതം പഠിച്ചതാണ്. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതൊന്നും എനിക്കറിയത്തില്ല, പറയണമെന്ന് തോന്നി. ഞാൻ പറയുന്നത് മ്യൂസിക്കിനെ പറ്റിയാണ്. ഇനി കുക്കർ അടിക്കരുത് പ്ലീസ്. ഓക്കെ, അപ്പോൾ ഞാൻ 13 വർഷം സംഗീതം പഠിച്ചതാണ്. അപ്പോൾ കർണാടക സംഗീതം ഹലോ, അങ്ങനെ ഞാൻ കുളിച്ചു. അപ്പോൾ പൊട്ടൊക്കെ തൊട്ട് ജിമ്മിക്കൊക്കെ ഇട്ടിരിക്കുകയാണ്. വെറുതെ ജസ്റ്റ് എന്താ പറയുക, ചില സമയത്ത് നമുക്കിങ്ങനെ ഒരുങ്ങാൻ തോന്നൂല്ലേ, ഒരുങ്ങിയിട്ട് വെറുതെ നമ്മൾ വീട്ടിലിരിക്കാറില്ലേ, അങ്ങനെ ഒരു എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇട്ടുവെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ റീസൺസ് ഒന്നുമില്ല. റൂം ടെമ്പറേച്ചറിൽ ഞാനൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി വെച്ചതായിരുന്നു. അത്യാവശ്യം 1-2 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. സോ നമുക്കിനി ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ നമ്മുടെ പരിപ്പ് മാത്രമായിട്ടുള്ള സാമ്പാർ എന്തായാലും നോക്കട്ടെ, നോക്കിയിട്ട് വരാം. നോക്കിയപ്പോൾ കണ്ടത് ഇത് നമ്മൾ ഒരു ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ കുറച്ച് നേരം ഹീറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതേ നമുക്ക് ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ക്യാപ്പിച്ചീനോ കുടിക്കാറുണ്ടെന്ന്. അപ്പോൾ അത് ഞാൻ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ് വാങ്ങിച്ചത്, അത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പുതിയ ഫ്ലേവർ വാങ്ങിച്ചു. ഇത് ഫ്ലേവർ വൈസ് ആൻഡ് ഹൈസ്, അതായത് വൈറ്റ് ആൻഡ് ഹോട്ട് എന്നാണ് ഈ ഫ്ലേവറിൻ്റെ പേര്, വൈസ് ആൻഡ് ഹൈസ്. ലുക്ക് അറ്റ് ദിസ്, നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ വട വന്നിട്ടുണ്ട്. കറി ഉണ്ടാക്കിയായിരുന്നു, അത്യാവശ്യം ചാറിൽ വെച്ച് ഉണ്ടാകുന്ന രീതിയിൽ, പക്ഷെ ഇപ്പം നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ബട്ട് നമുക്ക് ജസ്റ്റ് മുക്കി കഴിക്കാൻ മതി. അപ്പോൾ നമുക്ക് ഞാൻ കുറച്ച് സിനിമാറ്റിക് രീതിയിൽ അതൊന്ന് പ്ലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ആരും കൊതി വിടരുത് പ്ലീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് അടുത്ത പ്ലേറ്റ് കിടക്കുന്നുള്ളൂ. അടിപൊളി. ഇത് ഈ ഉഴുന്നുവട ആക്ച്വലി നമ്മളിങ്ങനെ ഫ്രോസൺ ആയിട്ട് വന്നതിൻ്റെ ഒരു പിടിപ്പുണ്ട്, ഫ്രഷ് അല്ലാത്തതിൻ്റെ. ബട്ട് എൻ്റെ കറി അതിനെ ബാലൻസ് ചെയ്ത് നിർത്തി. ഇത്ര മാത്രം റോസാപ്പൂക്കളുണ്ട് ഉണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ റോസാപ്പൂ പറിക്കാനാണ് വന്നത്, പക്ഷെ എനിക്കത് പറിക്കാൻ തോന്നുന്നില്ല. ഇതെന്ത് പൂവാന്ന് പോലെ എനിക്കറിയില്ല, പക്ഷെ നമുക്കിത് മതി. കണ്ടില്ലേ, ദിസ് ഇസ് മൈ വൈബ് ഫോർ ടുഡേ. ഭയങ്കര പീസ്ഫുള്ളായിട്ട്
കുറേ പാട്ടൊക്കെ കേട്ട് നല്ല നല്ല സ്മെല്ലൊക്കെയാണ് ഇപ്പോൾ. അങ്ങനെ ആ ഒരു ദിവസം അങ്ങ് പോവാണ്. സോ ടേക്കിംഗ് മൈ ഓൺ ടൈം. അപ്പോൾ ഞാൻ കുറച്ചൊരു പാട്ടൊക്കെ കേൾക്കട്ടെ.